കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും കൂടി നന്നായി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി. പിന്നെ നീതുവിൻ്റെ ആങ്ങള വന്ന് എന്താടാ കാണിക്കുന്നത്, ഗുണ്ടായിസാണോ നോക്കി. നീ എന്തിട്ടാണ്ടാ വലിച്ചു കയറ്റിയിരിക്കണ, കഞ്ചാവാണോ? അതൊന്നുമല്ലല്ലോ, അതിക്കും മേലെ എന്നു പറയുമ്പോൾ അവനൊന്നും ഇങ്ങനെ ഒന്ന് പതറുന്നുണ്ട്. അപ്പോഴത്തേനും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അച്ഛനും വരും. എടാ നിന്നോട് ആര് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ വീടിനെ കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ നിങ്ങളെ വീടൊന്ന് കണ്ടിരിക്കാൻ തോന്നി. ആഹാ, ഇതാണല്ലോ നിങ്ങളുടെ വീട്. നിന്റെ വർത്തമാനം കേട്ടപ്പോൾ നിന്റെ വീട് വലിയ കൊട്ടാരോ മണിമാളികയൊക്കെ എന്നുള്ളത് ഞാൻ വിചാരിച്ചേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരമായി. നിങ്ങളുടെ മോള് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് വരെ നിങ്ങളെ മോളെ ഞാൻ പ്രേമിക്കുന്നത്. അപ്പോൾ ഹരീഷിനെ ഞാൻ ഇഷ്ടമല്ലാതൊന്നും ഞാൻ പറയില്ല, എനിക്ക് ഹരീഷിന് ഇഷ്ടമാണെന്ന് അവളും പറയും. അപ്പോൾ ഇതിനെ ആങ്ങളെ ചെന്ന് അടിക്കാൻ പോകും. അപ്പോൾ തൊട്ട് പോകരുതെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര സംഘടന, അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തും തള്ളും. അതിനിടയ്ക്ക് സുധീഷ് ചോദിക്കും, നിങ്ങളുടെ വീട് വാടക വീടല്ലേ, സ്വന്തം വീടൊന്നുമല്ലല്ലോ. ഞങ്ങളെ കൊള്ളൂലെങ്കിലും സ്വന്തമായിട്ടൊരു വീടുള്ള ചെറുക്കനാണ് നിങ്ങളുടെ മോളെ സ്നേഹിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അഭിമാനിക്കിന് വേണ്ടേന്ന് പറയും. അത് പറഞ്ഞപ്പോൾ നീതുവിൻ്റെ മുഖമൊന്നും മങ്ങണുണ്ട്. വാടക വീടുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ നീതു, ഹരീഷെ നീ ചേട്ടനെ വിളിച്ച് പോകാൻ നോക്കുമെന്ന് പറയും. കേട്ടില്ലേടി, നിൻ്റെ വീട് അവൻ്റെ മനസ്സിലിരിപ്പ് കണ്ടോ, നമ്മൾ വാടകയ്ക്ക് കിടക്കണം ഗതിയില്ലാത്തവരെന്നാണ് ഇവരുടെ വിചാരം. അപ്പോൾ ഇനി നീ ആ വീട്ടിലേക്ക് കയറി ചെന്ന് എന്തായിരിക്കും നിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയും. അങ്ങനെ ഒന്നും തള്ളൊക്കെ ആയിട്ട് അവർ രണ്ടുപേരും പോകും. അതിന് ശേഷം നീതുവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ആങ്ങളെ തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട്. നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീടിനെ അപമാനിച്ചത് കണ്ടില്ലേടി എന്നൊക്കെ ചോദിച്ച് അമ്മയും അച്ഛനൊക്കെ കൂടി വർത്താനം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കിളിക്കൂടാണ്. അപ്പോൾ അവിടെ നിധി സുഭാഷും കൂടെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നികേഷ് സ്ലാബുമ്മ കയറി ഇരിക്കുന്നുണ്ട്. ചേട്ടനും കൂടെ കെട്ടിപ്പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് നികേഷിന് മണക്കും. എവിടെ പോയതടാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നടക്കാനിറങ്ങിയാണ്, നിങ്ങൾ അങ്ങനെ നടക്കാൻ പോക്കില്ലല്ലോ, ഇതെന്തൊരു പാടിനൊന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ദൈവന് ഭയങ്കര വയറ് ചാടുന്നുണ്ടെന്ന് പറയും ഹരീഷിനെ നോക്കിയിട്ട്. അതന്നെ ചേട്ടാ, ഞങ്ങൾ നടക്കാൻ പോയി. ഞങ്ങളെന്താ കൊച്ചു കുട്ടികളാണോ ചേട്ടനിങ്ങനെ പേടിക്കാൻ? എടാ നിങ്ങൾ കൊച്ചു കുട്ടികളാണെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടാവില്ല, ഇത് നിങ്ങളെ പേടിച്ചേ പറ്റുമെന്ന് പറയും. നിങ്ങളെ കയ്യിലിരിപ്പോൾ അങ്ങനത്തെ ഉണ്ട് പറയും സുഭാഷ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നികേഷ് ചോദിക്കും, നീ ഇതുവരെ വീട്ടിൽ പോയിട്ട് എന്തായി എന്ന് ചോദിക്കും. അത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും സുധീഷ്. ഞാനൊരു എറിഞ്ഞാണ്, ഇപ്പോൾ കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, അവർ നീതുവിൻ്റെ വീട്ടിൽ പോയാണെന്ന് പറയും. എടാ നിങ്ങൾ നീതുവിൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ നോക്കി. അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല, നമ്മളെ വീടിനെ അപമാനിച്ചപ്പോൾ അവരെ വീട് എങ്ങനത്തെ കാണാനൊന്നും പോയെന്നുള്ളൂ, വേറൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോഴത്തേനും ഓട്ടോറിക്ഷയിൽ നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചാടിത്തുള്ളി വരും. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഓട്ടോക്കാരനുള്ള പാട്ടൊക്കെ പാടിയിരിക്കുന്ന സമയത്തിന് ചന്ദ്രൻ, എന്താടാ ഓട്ടോക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറയും. മര്യാദയ്ക്ക് സംസാരിക്കണോടാ, ഓട്ടോക്കാരൻ തന്നെ വിളിക്കുന്നതെന്ന് പറയും. പിന്നെ നീ ഓട്ടോക്കാരനല്ലേ എന്ന് പറയും. അപ്പോഴത്തേനും സുഭാഷും സുധീഷും ഹരീഷും നികേഷും നമ്മുടെ നിധിയും എല്ലാവരും ഇറങ്ങി വരും. അങ്ങനെ അവർ വരുന്ന സമയത്ത് നിങ്ങളെ മക്കൾ രണ്ടുപേരും കൂടെ ഗുണ്ടകളായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, വന്നോ, നല്ല കാര്യമെന്ന് ഭാസ്കരൻ പറയും. മക്കളെങ്ങനെയുണ്ടാ പടച്ചു വിട്ടേക്കണേ, നല്ല വീട്ടിലെ പെൺപിള്ളേരെ കയ്യും കലാശം കാണിച്ച് പ്രേമിക്കാൻ പഠിപ്പിച്ച് വിട്ടേക്കണ്. മൂത്തോനൊരുത്തൻ ഒരു കോടീശ്വരീനെ കൊണ്ടുവന്ന് കയ്യും കലാശവും കാണിച്ചും കഴിഞ്ഞിട്ട് തട്ടിക്കൊണ്ട് വന്നു. മൂന്നാമത്തോനെ നിങ്ങൾ ഇങ്ങനെ വിട്ടേക്കണെന്നൊക്കെ ചോദിച്ച് കുറേ അപമാനിക്കും. എടാ എൻ്റെ മോൻ്റെ പിന്നാലെ നിൻ്റെ മോളാണ് നടന്നത്, അല്ലാണ്ട് നിൻ്റെ മോനുള്ള പിന്നാലെ എൻ്റെ മോനല്ല നടന്നത്. വർക്ക്ഷോപ്പിലും വീട്ടിലും ഒക്കെ കയറി ഇറങ്ങും അവള്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടാന്ന്. നിങ്ങൾ നിങ്ങളുടെ മോളെ ആദ്യം പിടിച്ച് കെട്ടടാന്നൊക്കെ പറയും. അതിന് സുഭാഷ് വന്നറിയും, എന്താ ചന്ദ്രേട്ടാന്ന് ചോദിക്കും. നീ എന്നെ ചേട്ടാന്നൊന്ന് വിളിക്കണ്ടാന്ന് പറയും. ഒരിക്കലും ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മോൾക്ക് പറ്റിയ ബന്ധമല്ലതെന്ന്. പിന്നെയും നിൻ്റെ ഇനിയനെ പ്രേമിക്കാൻ വിട്ടേക്കണടാ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപമാനിക്കണേ. ഞങ്ങളെ വീടിനെ പരിഹസിച്ച്, നിങ്ങളെ വീട് എന്തൊട്ടിന് ഇവിടെ ഒരു പെൺപിള്ളേരെ കെട്ടിക്കയറി കൊണ്ടുവരണം, താമസിക്കാൻ പറ്റുന്ന വീടാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞ് നിർത്താണ്ട് രണ്ടു കൂട്ടരും കൂടെ വഴക്കാണ്, ഭയങ്കര വഴക്കപ്പം. നീ സുഭാഷ് ഇടനില നോക്കാൻ നോക്കുന്നുണ്ട്. ഭാസ്കരൻ പറയാതെ അങ്ങനെയാണ് പെൺകുട്ടികൾ താമസിക്കാൻ പറ്റാത്ത വീടാണെന്നല്ലേ. എൻ്റെ മോൻ സുധീഷ് ഒരു പെൺകുട്ടീനെ കെട്ടിക്കൊണ്ടുവന്നല്ല, അതും നല്ല കോടീശ്വരിയായ ഒരു പെൺകുട്ടീനെ. എന്നിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് രാത്രിയാണ് ഈ നാട്ടുകാർ ഞങ്ങളെ വീടിനെ കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റായില്ലേ? അന്ന് രാത്രി ഞങ്ങളെല്ലാവർക്കും ബിരിയാണി കൊടുത്തല്ലോ, എന്നിട്ട് നിന്നെ തിന്നാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നിങ്ങളുടെ ബിരിയാണി ഞാൻ വന്നതല്ല, ഞാൻ നീതുവിൻ്റെ അമ്മ പറയും, ഞാൻ വന്നതേ ആ ഗതികെട്ട ആ പെണ്ണിനൊന്ന് കാണാൻ വന്നതെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് തടി തപ്പും. അപ്പോഴത്തേനും സുധീഷിനെ വിളിച്ചിട്ട് പോയിട്ട് നിധി പറയും, താലി എവിടെയെന്ന് ചോദിക്കും. താലിയോ? ആ മാല. ഏത് മാല? എൻ്റെ താലിമാല എന്ന് പറയും. അതവിടെ ഉണ്ട്, എന്തെങ്കിലും എടുത്തുണ്ടാന്ന് പറയും. പോയി കഴിഞ്ഞിട്ട് അങ്ങനെ സുധീഷ് ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് കവറിലൊക്കെ പൊതിഞ്ഞ്, ഇതെന്തിനും ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കണ് പ്രസൻറ്റേഷൻ പോലെ.
അത് കള്ളന്മാർ കൊടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാന്ന് പറയും. അതങ്ങോട്ട് താന്ന് പറയും. എന്തിനാണ് പണയം വയ്ക്കാനാണോ എന്ന് ചോദിക്കും. നിങ്ങളൊക്കെ തന്നേ കളിക്കാണ്ടെന്ന് പറയും. അതാ ഹരീഷിൻ്റെ പെണ്ണിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കാനാവുമല്ലേ എന്ന് പറയും. ഓ ഇങ്ങനൊരു പൊട്ടൻ എന്ന് പറഞ്ഞാൽ മാല മേടിച്ച് കഴിഞ്ഞിട്ട് നിധി കഴുത്തിലിട്ട് കണ്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവണം. അതിന് ശേഷം പുറത്ത് ഭയങ്കര വഴക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയും, നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറയും. നീ ആരടി എന്നോട് നിർത്താൻ പറയാമെന്ന് നീതുവിൻ്റെ അമ്മ പറയും. നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചില്ലേ, ഇനി ഞാൻ സംസാരിക്കാമെന്ന് പറയും. മോളെ നീ ഇതിലിടപെടണ്ടായിരുന്നു സുഭാഷേട്ടൻ മിണ്ടാണ്ടിരുന്നേ, കുറച്ച് നേരം ഞാൻ സംസാരിക്കട്ടെ, ഇയാളും മിണ്ടായിരുന്നു പറയും. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ മോളെ ഈ വീട്ടിലേക്ക് ഇങ്ങോട്ടാണ് വന്നത് ഞങ്ങളുടെ അനിയനെ പ്രേമിക്കാൻ വേണ്ടിയിട്ട്. ഈ വീടിന് എന്താ കുഴപ്പമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കും. സുധീഷിൻ്റെ വിവാഹം കഴിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് 5 മാസമായി. എനിക്കില്ലാത്ത എന്ത് കുഴപ്പമാണെങ്കിൽ നിങ്ങളെ മോൾക്ക് ഉണ്ടാവാൻ പോണേ. നാട്ടുകാരെ പലതും പറയും, നാട്ടുകാരനുസരിച്ചല്ല ഇവിടെ ഞങ്ങൾ ജീവിക്കണേന്നൊക്കെ പറയും. സുഭാഷനും നികേഷിനൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാകും. ഭാസ്കരനും അങ്ങനെ അവർ പറയണേ, ഞാനേ ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഇന്ന് വരില്ലാത്തൊരു കുഴപ്പം നിങ്ങളുടെ മോൾക്കും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നിധി അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ നീതുവിൻ്റെ അമ്മരെ വായ അടഞ്ഞു പോകണ്. അതിനുശേഷം പിന്നെ ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാനം പിന്നെ കാണിക്കുന്നത്. എല്ലാവരും കൂടെ ഹാളിൽ സംസാരിക്കുന്നു. ഇത്തവണത്തെ വഴക്ക് നിധി തൂക്കിയെന്ന് പറയുന്നു. ആ താലിമാല പൊക്കി പിടിച്ചിട്ടുള്ള മാസ് എൻട്രി എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ഹരീഷും നികേഷും തലയ്ക്ക് കൈ കൊടുക്കണം. ദൈവമേ ഇനിയിപ്പോൾ ആ താലിമാലയുടെ കേസും പറഞ്ഞ് കഴുത്തിലിട്ട മാലയിട്ട് ചുരുക്കെടുക്കുമോ ആലോചിച്ച് കഴിഞ്ഞിട്ട് നികേഷ് ആകെ ടെൻഷൻ അടിക്കണേ. അപ്പോൾ സുഭാഷ് ചീത്ത പറയുന്നുണ്ട്, എടാ നീ ഇന്നല്ലെങ്കിൽ നാളെ നിന്ന് സ്നേഹിക്കുന്ന പെൺകുട്ടിനെ വിവാഹം കഴിക്കേണ്ടതല്ലേ, അപ്പോൾ ആ വീട്ടിലേക്ക് നീ കയറി ചെല്ലേണ്ടതല്ലേ, നീ ഇങ്ങനെ അവരെ അപമാനിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മളെ വീടിനെ അപമാനിക്കുന്ന ഒരു ബന്ധം എനിക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു ബന്ധം എനിക്ക് വേണ്ടാന്ന്. നീതുവിനല്ല അതിൻ്റെ അപ്പുറത്ത് ആളായാലും നമ്മളെ വീടിനെയും വീട്ടുകാരെ അപമാനിക്കുന്ന ഒരു ബന്ധം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ ഹരീഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കണം. അത് കേൾക്കുമ്പോൾ സുധീഷ് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.